കൂട്ടുകാരിൽ നിന്ന് നമുക്ക് ഒരു സ്പാനിഷ് കേരള മിക്സ് ഒരു കോഴി ഗ്രില്ല് ചെയ്യാം. ഇതാണ് കോഴി. ഇതിൻ്റെ കളർ മഞ്ഞയാണ്. ഇവിടെ വില കൂടുതൽ, കിലോയ്ക്ക് കുറച്ച് മുകളിൽ. ഇതതിൽ മിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ ചെട്ടിനാടൻ സ്റ്റൈലിലുള്ള ഒരു മസാല, അതായത് ജിഞ്ചർ, അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റ്, അതിന് കൂടെ കുറച്ച് മല്ലിയില. അതിന് ചേർക്കാനായിട്ട് നമ്മൾ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഏലക്ക. ഇത് ഇവിടുത്തെ മസാലകളാണ്. ഇഞ്ചിയുടെ പൊടിയാണത്. അത് അത്യാവശ്യത്തിന് നമ്മൾ ഒരുപാട് വെളുത്തുള്ളിയിൽ നിന്ന് എടുക്കുന്ന ഒരു ഉപ്പാണ്. നിങ്ങൾ ഇവിടെ കിട്ടുന്നതാണ്. ഇവിടെ എത്ര ഇടുക. പിന്നെ അതുപോലെ തന്നെ ഇനി വരുന്ന ഒറിഗാനോ. ഇത് ഇവിടുത്തെ യൂറോപ്യൻ മിക്ക ഇതിലിടുന്ന ഒരു പൊടിയാണ്, ഇലയുടെ. അത് വെളുത്തുള്ളിയും പെരഹിയിലും മിക്സ്. ഇത് രണ്ടും മിക്സാണ്. റൊമാരിയോ ഇത് ശരിക്കും നമ്മുടെ ജീരകത്തിൻ്റെ തന്നെ ഒരു ടൈപ്പാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള ജീരകം. അതിൻ്റെ കുറച്ചിടുക, ഇവിടെ കുറച്ചിടുക. ഇത് റെഡ് ക്യാപ്സിക്കത്തിൻ്റെ പൊടിയാണത്. ഇത് അത്യാവശ്യത്തിന് കളറിന് വേണ്ടി ഇടുന്നതാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം. പിന്നെ നമ്മൾ വിനെഗറിൻ്റെ ക്രീം ഏകദേശം അത്ര മിക്സ് ചെയ്ത് ചെട്ടിനാടൻ മസാലയുടെ കൂട്ടിടുക. ഇത് കുരുമുളകും അതുപോലെ തന്നെ ഏലക്കയും പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് 2 കൊച്ചു ടീസ്പൂൺ ഇടാം. ചെറുനാരങ്ങ മുറിച്ച് വെച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ അടിച്ചു വെച്ച് ഇഞ്ചി, പച്ചമുളക്, നാട്ടിലെ പച്ചമുളകിൻ്റെ ചെറിയൊരു കഷ്ണം, അതുപോലെ തന്നെ മല്ലിയുടെ ഇല കുറച്ച്, പിന്നെ വെളുത്തുള്ളി. ഇത് അതിനുശേഷം അത് ശരിക്കും ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ശകലം ഒലിവെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കിട്ടി നമുക്കിപ്പം. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. ഇനി ഞാൻ കാണിച്ചു തരാം ചിക്കൻ എങ്ങനെയെന്ന്, അതിൻ്റെ കളറൊക്കെ. ഇപ്പം ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ. എല്ലാം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3-4 മണിക്കൂറോടത്തോളം നമ്മൾ ചെറിയ തണുപ്പുള്ള ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് തലക്കാലം എടുത്ത് വയ്ക്കാം. നമ്മളിന്ന് ഗ്രില്ല് ചെയ്യാൻ പോകുന്ന മെഷീൻ ഇതാണ്. ഈസി ഫ്രൈ ആൻഡ് ഗ്രില്ല് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇത് വലിയ കുഴപ്പമില്ല. ഇതധികം ഇലക്ട്രിസിറ്റി എടുക്കുന്നില്ല. ചിക്കൻ വെച്ചതിന് ശേഷം ബാക്കിയുള്ളത്. ഓക്കെ, മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. 1/2 hour എടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ചിക്കൻ ഇറക്കി വയ്ക്കുക. ശേഷം ശകലം ഒലിവെണ്ണ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ നേരെ ഇതാണ് നമ്മുടെ മെഷീൻ, അതിലേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഗ്രില്ല്. ഓക്കെ, സ്റ്റാർട്ട്. ഒരു 15 minutes ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ 15 മിനിറ്റുള്ള ഗ്രില്ല് കഴിഞ്ഞു. ഇനി ഇതാ, ഇപ്പൊ നമ്മുടെ ചിക്കൻ ഇതേ രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. ചൂടുണ്ടാവും. ഇനി ഈ വശം എന്നിട്ട് നമുക്ക് കാണാം. ചിക്കൻ 4 മിനിറ്റ് എത്തി. ഇനി നമുക്ക് നിർത്താം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് 3 ടൊമാറ്റോസും അതുപോലെ തന്നെ കുറച്ച് മുളക്, എരിവില്ലാത്ത മുളകാണ്, അതുകൂടെ ഗ്രില്ല് ചെയ്ത്. ഇപ്പം ചിക്കൻ ഗ്രില്ല് ചെയ്ത് ഓൾറെഡി റെഡിയാണ്. ഇനി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇനി ഒരു വീഡിയോ ആയിട്ട് പിന്നെ പ്ലേ വരാം. ഓക്കെ, ബൈ.